ഈ ജ്യൂസ് കഴിച്ചാൽ മനുഷ്യശരീരത്തിൽ തളർന്നു കിടക്കുന്നതായ എല്ലാ അവയവങ്ങൾക്കും ഉണർവുണ്ടാകും. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് നമ്മൾ അന്ന് തൊട്ട് കൊടുത്തത് കൊണ്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള ആൾക്കാർ എനിക്ക് തന്ന റിസൾട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. നാളെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വരിക. അപ്പോൾ അതിന് വേണ്ടി ഹസ്ബൻഡിന് വേണ്ടി ഈ ജ്യൂസ് വാങ്ങിക്കാൻ ഞാൻ ഇവിടെ വന്നതാണ്. 10 പേർക്ക് ഞങ്ങൾ ഈ ന്യൂട്രീഷൻ ജ്യൂസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കാര്യം ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്കും ഈ ജ്യൂസ് വാങ്ങിക്കാനുള്ള നിവൃത്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അവസരം. അതായത് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ഈ ന്യൂട്രീഷൻ ജ്യൂസ് ഫ്രീ ആയി കൊടുക്കുന്നതായിരിക്കും. എനിക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നു. അതിനുശേഷം അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഈ വീഡിയോ കണ്ട് ഇവിടെ വന്ന് ഞാൻ 15 ദിവസം കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് 1 മാസം റെസ്റ്റ് എടുക്കണം. ഞാൻ 15 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ജ്യൂസ് മേടിച്ച് കുടിച്ചു. അതിനുശേഷം ജോലിക്ക് ഇറങ്ങുകയും തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ ആദ്യം കഴിച്ച് കാണിക്കാം. ചേട്ടാ, ഈ ന്യൂട്രീഷൻ ഡ്രിങ്ക് എങ്ങനെയുണ്ട്? ഇത് എനിക്ക് നന്നായിട്ട് എനിക്ക് യൂസ് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. വന്നിട്ട് ഞാൻ ഈ ജ്യൂസ് മേടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും പത്തനംതിട്ട മൈലപ്രയിലുള്ള ജയനമ്മാൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ഈ ന്യൂട്രീഷൻ ജ്യൂസിൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ജ്യൂസ് മാസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഈ ചേട്ടൻ്റെ അനുഭവങ്ങളാണ് നമ്മളോട് തുറന്നു പറയുന്നത്. ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഈ ജ്യൂസ് ഞാൻ 9 മാസമായി കഴിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് കഴിഞ്ഞ വർഷം എനിക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നു. അതിനുശേഷം അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഈ വീഡിയോ കണ്ട് ഇവിടെ വന്ന് ഞാൻ 15 ദിവസം കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് 1 മാസം റെസ്റ്റ് എടുക്കണം. ഞാൻ 15 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ജ്യൂസ് മേടിച്ച് കുടിച്ചു. അതിനുശേഷം ജോലിക്ക് ഇറങ്ങുകയും തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഞാൻ ആലപ്പുഴ അറ്റാക്ക് വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 10ഓളം മരുന്നുകൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കണ്ടിട്ടുണ്ട്. 10ഓളം ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതേ ഇല്ല. ഈ 10ഓളം മരുന്നുകൾ കഴിക്കുന്നതേ ഇല്ല. ഞാൻ ഇവിടുത്തെ ജ്യൂസ് മാത്രമാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാനമായ ഒരു സംരക്ഷിച്ചിരുന്ന ഈ ജ്യൂസ് കഴിച്ചതുകൊണ്ടാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, ഈ ഇവിടെ വീഡിയോ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടപ്പോൾ അന്നമ്മ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പറഞ്ഞു ഞാൻ നിർത്തുവാന്ന് പറഞ്ഞു. നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിർത്തരുത്. കാരണം ഇതൊരു പൂർണ്ണമായും ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു ജ്യൂസാണ്. ഇല്ല, ഞാനൊരു ഗുളികയും കഴിക്കുന്നില്ല. ഷുഗറിന് കഴിക്കുന്നില്ല, പ്രഷറിന് കഴിക്കുന്നില്ല, ഇതൊന്നും കഴിക്കുന്നില്ല. ഇവിടുത്തെ ജ്യൂസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ വരുന്നത്. നിർത്തിവെക്കും. പിന്നെ 1 മാസം വന്ന് ഞാൻ കഴിക്കും. അന്ന് നിങ്ങൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ് റെഗുലറായിട്ട് ഒരു 3 മാസം കഴിച്ചതിന് ശേഷം 1 മാസമോ 2 മാസമോ വന്നപ്പോഴും കഴിച്ചാൽ മതി. ഞാൻ അതേ രീതിയിൽ തന്നെ പിന്തുടരുന്നത്. ഇപ്പോൾ 2 മാസമായി കഴിച്ചിട്ട് അതിനാ ഞാനിപ്പോൾ വന്നു. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ നോക്കുന്നുണ്ട് ചെടി കണ്ടോ? ഞാൻ ഈ ഡാലിയ ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ ഒരു വീട്ടിൽ പോലും ഇല്ല. ഇതിന് ഈ ജ്യൂസിന്റെ മട്ട് വേസ്റ്റ് വരുന്നത് ഞാൻ വെള്ളം ചേർത്ത് ഇതിനകത്ത് ഒഴിക്കുന്നതാണ്. ഈ തിരക്ക് പിടിച്ച മഹാസംഭവത്തിനിടയിലും ഞാൻ ഈ ചെടിയെ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ വിട്ട് എന്നിട്ട് മുട്ടുകൾ വിരിഞ്ഞു വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ മനുഷ്യന് മാത്രമല്ല ഈ ജീവജാലങ്ങൾക്കും ഇതിന്റെ ഗുണം ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കായ്ക്കാത്ത പ്ലാവൊക്കെ കായ്ച്ചു അതിന് വേസ്റ്റ് കൊണ്ടിടുന്നതാ. അപ്പൊ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇത് ഓക്കെ. ആരും കമന്റ് പറയുന്നത് ഇത് വയാഗ്രയാണോ അത് എന്താണിത് കെമിക്കലാണോ? ഒരിക്കലും ഒന്നുമല്ല. വയാഗ്ര എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇതെന്ന് പറയുന്നത് എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ജ്യൂസാണിത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യശരീരത്തിനും ഇത് അത്യന്താപേക്ഷിതമായ ഒരു സാധനമായിരുന്നു. അതായത് ഉള്ളതിനെയും പറഞ്ഞാൽ ഇതിനകത്തിൽ ഇത് മനുഷ്യശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ പ്രവർത്തിക്കുന്നത് പ്രോബയോട്ടിക് ബാക്ടീരിയ ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു മനുഷ്യന്
ജനിക്കുമ്പോൾ പ്രോബയോട്ടിക് ബാക്ടീരിയയും കൊണ്ടാണ് അവരുടെ ജന്മം ഇങ്ങനെ വരുന്നത്. അത് പിന്നെ നമ്മളിങ്ങനെ കുടലില്ലാതെ പിന്നെ കേടുപിടിച്ച ബാക്ടീരിയ പ്രവർത്തിച്ച് കുറേ ചാകും, കുറേ നല്ലതാകും. അപ്പോൾ നമ്മൾ പിന്നെ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മൾ കൊടുക്കാൻ നമുക്കില്ല, എങ്ങൂടെ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ആകെ തൈരിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ തത്വം. കുടൽ ശക്തമാകുമ്പോൾ ഉടൽ ശക്തമാകും, അതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിർമ്മിച്ചെടുത്തതാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ നിർമ്മിച്ചെടുത്തതാണ്. ഇത് കഴിക്കുമ്പോൾ ഏതൊരാളിൻ്റെയും നാഡീഞരമ്പുകൾ വികസിക്കും, അതോടൊപ്പം രക്തോട്ടം വരും. അതായത് കേടുപിടിച്ച എല്ലാ അവയവങ്ങളും, അത് കൈയാകാം, കാലാകാം, ഇനിയും അനങ്ങാതെ കിടക്കുന്ന ഏത് അവയവവും ആകാം. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആയാലും അതിന് കപ്പാസിറ്റി വരികയും ചെയ്യും, എനർജി വരും. അതോടൊപ്പം നാഡീഞരമ്പുകൾക്ക് വികാസം ഉണ്ടാകും. അത് മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇനി പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടലിൽ ബാക്ടീരിയ ഉണ്ട്, പ്രോബയോട്ടിക്കും ഉണ്ട്, ചീത്ത ബാക്ടീരിയയും ഉണ്ട്. ചീത്ത ബാക്ടീരിയ പെരുകുമ്പോഴാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകുന്നത്. അത് കൊഴുപ്പ് സംബന്ധമായ പ്രശ്നമായാലും സ്റ്റാർച്ചിൻ്റെ പ്രശ്നമായാലും മൂത്രത്തിൻ്റെ പ്രശ്നമായാലും എന്തെങ്കിലും ആയിക്കോട്ടെ, അതായത് ഏതൊരു പ്രശ്നമായാലും മനുഷ്യ ശരീരത്തിന് ഉണ്ടാകണമെങ്കിൽ അത് കുടലിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ കുറയുമ്പോഴാണ്. ഈ ചീത്ത ബാക്ടീരിയ പെരുകുമ്പോൾ പ്രോബയോട്ടിക് കുറയും. പിന്നെ നമുക്ക് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ കൊടുക്കണമെങ്കിൽ നമുക്ക് തൈരിൽ മാത്രമേ അതുള്ളൂ. തൈരെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാല്, എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ പാലിനെ നമ്മൾ തന്നെ ഉറയൊഴിച്ചിട്ടാണ് തൈരാക്കി എടുക്കുന്നത്. പിന്നീട് വേറെ ഒരു കാര്യങ്ങൾക്കകത്തും പ്രോബയോട്ടിക് ബാക്ടീരിയ ഇല്ല. പണ്ട് കാലത്തെ മൺകലത്തിൽ കഞ്ഞി വെച്ച് കഴിക്കുന്നതായ ആ പഴുങ്ങിഞ്ഞിക്കകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. പിന്നീട് ഞാനിത് നാട്ടുവൈദ്യവും ആയുർവേദം കൂടെ ചേർത്തെടുത്തിട്ട് ഞാനിതിനെ നിർമ്മിച്ചെടുത്തതാണ് ഈ ജ്യൂസ്. ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് എല്ലാ ഗുണങ്ങളും, അതായത് നമ്മൾ വേരിലാണ് കൊണ്ട് വളം വെച്ചിരിക്കുന്നത്. ഈ വേരിൽ വളം വെച്ചത് കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരത്തിന് അത് 100% എനർജി ആയിട്ട് വരുന്നത്. ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ പാറ പോലെ ഇരിക്കുന്നതായ വയറ്, ഇത് കഴിച്ച ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആകും. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിച്ചപ്പോൾ വയറ്റിലെ ദഹനം ക്ലിയറായി. ദഹനം ക്ലിയറായപ്പോൾ വയറ്റിലെ അസിഡിറ്റി, ഗ്യാസ്, നെഞ്ചരിച്ചിലെ പുളിച്ചതോട്ട് എല്ലാം മാറി നാഡീഞരമ്പുകൾക്ക് വികാസം ഉണ്ടാകുന്നു. അതോടൊപ്പം രക്തോട്ടം ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ഈ 4 തരം ജ്യൂസിലും, നമ്മുടെ 4 തരം ജ്യൂസിനകത്തും പ്രോബയോട്ടിക് ബാക്ടീരിയ ആണ്. 1-ാമത്തേത് പുതിന ഇഞ്ചി എന്ന് പറയുന്നു. അതാണ് വയറിലെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. 2-ാമത്തേത് സ്റ്റാർ ഫ്രൂട്ട്സ് ജ്യൂസ്. അത് മനുഷ്യരീരത്തിലെ കൊഴുപ്പിനെ മുഴുവനും നിയന്ത്രിക്കുന്നതാണ്. അതിനകത്തും പ്രോബയോട്ടിക് ആണ്. 3-ാമത്തേത് ഷുഗർ ഫ്രീ ജ്യൂസ്. ഇത് പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതാണ്. അതിനകത്തും പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. പിന്നെ 4-ാമത്തേത് മൂത്രത്തിൻ്റെ പ്രശ്നമുള്ള ഒരു തരം ജ്യൂസാണ്. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് കേടുപാടുകൾ പുരുഷന്മാർക്കുണ്ടാകുമ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും, എല്ലാം ഓക്കെ ആകും. അങ്ങനെയാണ് നമുക്ക് 4 തരം ജ്യൂസ് ഉള്ളത്. ഈ 4 തരം ജ്യൂസിനകത്തും പ്രോബയോട്ടിക് ബാക്ടീരിയ ആയതിനാൽ ഇതൊരു മനുഷ്യശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയ എല്ലാം ചാകുന്നു. അതോടൊപ്പം തന്നെ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച വരും, മുടി പൊഴിയത്തില്ല, തലമുടി കണ്ടില്ലേ, ഇപ്പോഴും തലമുടി ഇത്രയും 66 വയസ്സായിട്ടും ഇത്രയും മുടി നിൽക്കുന്നത്. ഞാനും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്.